സമ്പത്ത് തീരെ ഇല്ലാത്തവർക്കും അല്ല കൊടുത്ത നിഅമത്തുണ്ട്. ലാ ഹദ്ദ ലഹാ, നിഅമത്തിന് ഹദ്ദില്ല എന്നാണ് റാസി ഇമാം തങ്ങൾ പറഞ്ഞത്. പരിധിയില്ലാത്ത നിഅമത്താണ്. അതിലൊന്നാണ് സലാമത്തുൽ ബദൻ, ശരീരത്തിന്റെ ആരോഗ്യം. ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും എനിക്ക് ഇബാദത്തൊന്നും മുടക്കിയിട്ട് അവിടെ ഇവിടെ പോയി കിടക്കേണ്ടി വന്നിട്ടില്ലല്ലോ. എനിക്കതിന്റെ പേരിൽ ഒരു നിസ്കാരം പോലും ഒഴിവാക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അയാൾക്ക് എന്തെല്ലാം ചെക്കപ്പ് ഒരു മാസം നടത്തിയെങ്കിലേ നേർക്കൊന്ന് കണ്ണുറന്ന് നോക്കാൻ പറ്റുള്ളൂ. എന്നാ തന്നെ കാര്യമായിട്ടൊന്നും കുടിക്കാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, ഉറങ്ങാൻ പറ്റൂല, ഒന്നും അളവിൽ ഏറാൻ പറ്റൂല. സലാമത്തുൽ ബദൻ വലിയൊരു നിഅമത്തല്ലേ. നമുക്കൊക്കെ അല്ലാഹു ആഫിയത്ത് ഏറ്റി തരട്ടെ. നമ്മുടെ ഉലമാ സാദാത്ത് മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആഫിയത്ത് ഏറ്റി കൊടുക്കട്ടെ. ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് ആഫിയത്താണ്. ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് ആഫിയത്താണ്. അതുകൊണ്ടാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിനോട് എപ്പോഴും ആഫിയത്ത് ചോദിക്കാൻ മറക്കരുത്. റബ്ബിനോട് എപ്പോഴും ആഫിയത്ത് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറാളികളുടെ അടുത്ത് വരെ പോയി ദുആർക്കുമ്പോ ജന്നത്തുൽ ബഖീൽ വെച്ച് തങ്ങൾ ദുആർന്ന ദുആന്റെ കൂട്ടത്തിൽ കാണാം, അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഓ ഖബറാളികളെ, നിങ്ങൾക്കും ഞങ്ങൾക്കും ഞാൻ അല്ലാഹുവിനോട് സുഖം ചോദിക്കുന്നു. നിങ്ങൾക്ക് അവിടെ സുഖം വേണം, ഞങ്ങൾക്ക് ഇവിടെയും സുഖം വേണം. ആരോഗ്യം, ഖബറിന്റെ ഉള്ളിലും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ, നല്ല സുഖമുണ്ടെങ്കിൽ ചെതലരിക്കൂല, പുഴുക്കൾ തിന്നൂല, തേളുകൊത്തൂല, പാമ്പ് കടിക്കൂല. നല്ല ആരോഗ്യ സുശുദ്ധിയിൽ ജീവിക്കുന്ന ഖബറാളികളെ കണ്ടിട്ടില്ലേ? 200 ചില്ലറ കൊല്ലം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ തൊട്ടടുത്ത് ബന്ധുവിനെ മറവ് ചെയ്യാൻ വേണ്ടി ഖബർ കുഴിച്ചപ്പോ ചുമരി ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോ 200 കൊല്ലം മുമ്പ് പുരട്ടിയ അത്തറിന്റെ വാസന മാറിയിട്ടില്ല, കഫംപുട ദ്രവിച്ചിട്ടില്ല, പഞ്ഞി പോയിട്ടില്ല, സുസ്മേരവദനായി കിടക്കുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം, ഒരു ശരീരം മണ്ണ് നിന്നാൻ 1 വർഷം പോലും വേണ്ടാന്നല്ലേ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞത്. ഒരു ശരീരം മുഴുവനായി മണ്ണിനോട് ചേരാൻ അസ്ഥി ഒരു പക്ഷേ കുറച്ചുകൂടി കാലം പിടിക്കും. ശരീരത്തിന്റെ മാംസപേശികൾ പെട്ടെന്ന് മണ്ണോട് ചേരുമെന്നല്ലേ ഹൈ പവറുള്ള മഹാൻ കണ്ടില്ലേ? ദുനിയാവിൽ ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുണ്ട്, ചാട്ടവാറിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്, രാജാക്കന്മാരുടെ മുന്നിൽ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ഉച്ചസ്ഥിരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രാജാവിന്റെ ശരീരം ഒന്ന് പോയി തുറന്നു നോക്കൂ, ഇതുപോലെ കാണാൻ പറ്റുമോ? അടിക്കാൻ വേണ്ടി ഉത്തരവിട്ട സ്വാധീനമുള്ള രാജാവിന്റെ ശരീരത്തിന് മഹത്വം കിട്ടുമോ? എന്തൊരു സുഖമുള്ള ജീവിതമാണ്. പുഴുക്കള് തിന്നിട്ടില്ല. ഇഷ്ടം പോലെ അല്ലാഹു ഭൂമിയുടെ പുറത്തല്ലല്ലോ വെച്ചത്, ഉൾഭാഗത്തല്ലേ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. ഇഷ്ടം പോലെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട് ഖബറിന്റെ ഉള്ളിൽ. മണ്ണിന്റെ ഉള്ളിൽ ധാരാളം കുത്തിവലിക്കാനുള്ളതുണ്ട്. പക്ഷേ നല്ല പവറുള്ള ശരീരമാണോ? തൊടുകയില്ല, തൊടാൻ അവർക്ക് കഴിയില്ല. ദുന്യാവിലും ബഹുമാനിക്കും, ദുന്യാവിലും അത്തരത്തിലുള്ള ശരീരങ്ങൾ ബഹുമാനിക്കും. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗാർ സൗറിൽ എല്ലാ പൊത്തും അടച്ചിട്ട് ഒരു പൊത്തടക്കാൻ തുണിയില്ലാത്തതുകൊണ്ട് കാലതിന്റെ മേലെ അമർത്തി വെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിലേക്ക് വിളിച്ചു. തങ്ങൾ വന്ന് മടിയിൽ തലവെച്ച് ഉറങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് പാമ്പ് ശക്തമായി കുത്തുന്നു. കുത്തിയിട്ട് വിശങ്ങനെ കേറി വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞുപോയി. കണ്ണിൽ നിന്ന് ഉറ്റുന്ന വെള്ളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുവദനത്തിലേക്ക് ഉറ്റി വീണു. തങ്ങൾ എഴുന്നേറ്റു നോക്കുമ്പോൾ കാലെടുത്തു. കാലിന്റെ നിറം മാറിയടത്ത് ഉമിനീര് പുരട്ടിക്കൊടുത്തു. രോഗം ഭേദമായി, വശം ഇറങ്ങിപ്പോയി. അപ്പോഴല്ലേ പാമ്പ് ഉള്ളിൽ നിന്ന് പറഞ്ഞത്, ഇത് കൊത്താൻ പറ്റിയ കാലല്ല,
പക്ഷേ നിങ്ങൾ എന്തിനാണ് എനിക്ക് മറയിട്ടത്? ഞാൻ ഈ ഗുഹയുടെ ഉള്ളിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായി. പല മാളങ്ങളും നിങ്ങൾ അടച്ചപ്പോൾ ഞാൻ മറ്റുള്ളതിലേക്ക് പലതിലേക്കും മാറിക്കളിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്നു നിന്നത് എന്തിനാണെന്നറിയോ? ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണാനാണ്. നിങ്ങളെ കാലിന് കൊത്താൻ പാടില്ലാത്ത കാലാണ്. കാരണം നിങ്ങളെ കാലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മടിയാക്കി കൊടുത്തത്. നിങ്ങളെ കാല് കൊണ്ട് നടന്നിട്ടല്ലേ അള്ളാന്റെ ഹബീബിനെ തോളിലേറ്റിക്കൊണ്ടുപോയത്. ആ ഒരു ഭാഗ്യം ഒരു സഹാബിക്കും കിട്ടിയിട്ടില്ലല്ലോ. പക്ഷേ നിങ്ങൾ എന്നെ തടഞ്ഞപ്പോ എന്റെ ഒരു അനുരാഗമുണ്ടല്ലോ, എന്റെ ഒരു ആഗ്രഹമുണ്ടല്ലോ ഹബീബിനെ കാണാൻ. അതിന് തടസ്സം നിന്നതുകൊണ്ട് കൊത്തിയതാണ്. പാമ്പിനറിയാതെ കൊത്താൻ പറ്റിയ കാലല്ല, അതുകൊണ്ടല്ലേ അനുസരിക്കുന്നത്. സഫീന റളിയല്ലാഹുവിന് സിംഹം അനുസരിക്കാൻ കാരണം എന്താ? സഫീന റളിയല്ലാഹുവിന് സിംഹം അനുസരിക്കാനുള്ള കാരണം സഫീന റളിയല്ലാഹു പറഞ്ഞു, സിംഹം നീ ഇവിടെ വഴിതടസ്സം നിൽക്കാൻ പാടില്ല. അന റസൂലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ്. എന്റെ മേൽവിലാസം അതാ, എന്റെ വഴി മാറിപ്പോ. അതിങ്ങനെ 2 മൂളക്കം മൂളിയിട്ടാണ് തിരിച്ചുപോയി. റൗളത്തുൽ മുഹിബ്ബീൻ എന്ന കിതാബിൽ കാണാം, അത് അള്ളാഹുവിന്റെ ഹബീബിന് സലാം കൊടുത്തയച്ചു എന്ന് കാണാം സഫീന റളിയല്ലാഹുവിന്റെ കയ്യിൽ. ആ സിംഹത്തിന് കടിക്കാൻ ശക്തിയില്ലേ? ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനാണെന്ന് പറയുമ്പോഴേക്ക് ആ സിംഹത്തിന് കാര്യം മനസ്സിലായെങ്കിൽ അത് എത്ര വലിയ മനസ്സിലാകലാണ്. ജീവികൾക്ക് അങ്ങനെ അറിവുള്ള ജീവികളുണ്ട്. അതേ മണ്ണിന്റെ ഉള്ളിലും വന്നാൽ അവർക്കറിയും ഇത് കൊത്താൻ പാടുള്ള ശരീരമാണോ അല്ലേ എന്നുള്ളത്. അള്ളാഹു നല്ല ആഫിയത്ത് ഖബറിന്റെ ഉള്ളിലും തരുന്നുണ്ട്, പുറത്തും തരുന്നുണ്ട്. അപ്പൊ സാമ്പത്തികമായി പുരോഗതി ഇല്ലാത്തവരൊന്ന് ചിന്തിക്കൂ, അല്ലാഹു തന്ന നിഅമത്തിന് കണക്കില്ല. നിങ്ങൾ 25 വയസ്സുകാരനാണോ? അപ്പുറത്ത് നല്ല സമ്പത്തുള്ളവൻ 20ാമത്തെ വയസ്സിലതാ ഗുളിക കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് ഉറക്കം അവന് കിട്ടുന്നില്ല. നിങ്ങൾക്കോ ഒരു പ്രശ്നവുമില്ല. അല്ലാഹു ശരീരത്തിന് നല്ല ആഫിയത്ത് തന്നിട്ടുണ്ട്, നല്ല ബുദ്ധി തന്നിട്ടുണ്ട്, നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. ആപത്തുകൾ അല്ലാഹു തടുത്തിട്ടുണ്ട്. വൽ ആലാം, വേദനകളെ തടുത്തിട്ടുണ്ട്. അല്ലതീ ലാ ഹദ്ദ ലഹാ വലാ ഹസുർ, അതിനൊരു പരിധിയും കണക്കാക്കാൻ കഴിയൂല. നല്ലവണ്ണം സമ്പത്ത് അല്ലാഹു നൽകിയവർ ചിന്തിക്കേണ്ടത് അവസാനമാണ് വിജയം കണക്കാക്കുന്നത്. അതുകൊണ്ട് അവസാനം മറക്കരുത്. സമ്പത്ത് കൊടുക്കാത്തവർ ആലോചിക്കേണ്ടത് ഹദ്ദില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു വേറെ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ നിന്ന് മറന്നു പോകാൻ പാടില്ല. അപ്പോൾ പിന്നെ സമ്പത്തില്ലാത്തവൻ അവന്റെ ശരീരത്തിന് എന്നെ അല്ലാഹു ചെറുതാക്കി എന്ന് തീരുമാനം പറയാൻ അവന് പറ്റൂല. وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن, കണക്കനുസരിച്ച് മാത്രമേ അല്ലാഹുവിന് സമ്പത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്നെ അല്ലാഹു ചെറുതാക്കിയെന്നോ എന്നെ അല്ലാഹു തആല താഴ്ത്തിക്കെട്ടിയെന്നോ മനുഷ്യൻ പറയും. ചിന്തിക്കാത്തവരങ്ങനെ പറഞ്ഞുകൂടാ. ആ ഒരു മേഖല മാത്രം കണക്കാക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, സമ്പത്ത് വിശാലമാക്കലും സമ്പത്ത് ചുരുക്കലും രണ്ടും പരീക്ഷണമായിട്ടല്ലേ ആയത്തിൽ പറഞ്ഞത്. 2 നിലക്ക് പരീക്ഷണമുണ്ട്. നല്ലോണം കൊടുത്തിട്ടൊരു പരീക്ഷണം. ആ പരീക്ഷണമാണ് അല്ലാഹു പരീക്ഷിച്ചത് ഖാറൂൻ മുതലാളിയെ. ഖാറൂൻ മുതലാളി വിവരമില്ലാത്ത ആളല്ല, നല്ല വിവരമുള്ള ആളാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം റബ്ബിന്റെ മുനാജാത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത 70 ആളുകളിൽ ഒരാളാണ് ഖാറൂൻ. പോരാ, മൂസാ നബിയും ഹാറൂൻ നബിയും കഴിഞ്ഞാൽ ഏറ്റവും തൗറാത്തിൽ വിവരമുള്ള ആളാണ് ഖാറൂൻ. നന്നായി തൗറാത്ത് വായിക്കാനും പ്രഭാഷണം നടത്താനും ജനങ്ങളെ മുന്നിൽ അത് പ്രതിഫലിപ്പിക്കാനും നല്ല കഴിവുള്ള ആളാണ്. പക്ഷെ ഖാറൂൻ സമ്പത്തുള്ള വിശാലമായി കൊടുത്തപ്പോൾ എന്തു ചെയ്യണം? നന്ദി ചെയ്യണ്ടേ? നന്ദി ചെയ്തില്ല. ഖാറൂൻ പറഞ്ഞു, ഇതൊക്കെ എന്റെ വിവരം അനുസരിച്ച് എനിക്ക് കിട്ടിയതാണ്. അല്ലാഹു തആല കൊടുത്താന്ന് പോലും മറന്നുപോയി.
ജനങ്ങൾ പറഞ്ഞു ഖാറൂനെ വഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ലാഹ് തോനെ തന്നതുപോലെ നീ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദി, സമ്പത്തുകൊണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, വിഷമുണ്ടാക്കരുത്, ഒരു നിലക്കും നീ അഹങ്കാരം നടിക്കരുത്. അപ്പൊ ഖാറൂന്റെ മറുപടിയാണ് ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇന്ദി, എന്റെ അടുത്തുള്ള കുറച്ച് വിവരം അനുസരിച്ച് എനിക്ക് കിട്ടിയതാണിത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല തന്നതാന്നുള്ള മറന്നുപോയി നടത്തി. അപ്പൊ സാമ്പത്തികമായി വിശാലത കൊടുത്തിട്ടും പരീക്ഷണം ഉണ്ടോ? ഉണ്ട്. തീരെ കൊടുക്കാതെയും പരീക്ഷണമുണ്ട് സഹോദരങ്ങളെ, രണ്ടും പരീക്ഷണമുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ രണ്ട് ആയത്തുകളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, അള്ളാഹു അടിമയെ രണ്ടാലൊരു നിലക്ക് പരീക്ഷിക്കും. നല്ലവണ്ണം കൊടുത്തിട്ടാണോ പരീക്ഷിക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്താണ്? അയഷ്കുറു അം യക്ഫുറൂ, നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ചില വീടിന്റെ പിന്നെ കടകളുടെ ഭാഗത്തൊക്കെ ചിലപ്പോഴൊക്കെ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, ഹാദാ മിൻ ഫളിൽ റബ്ബി എഴുതി വെച്ചിട്ടുണ്ട്. ഖുർആനിലെ ആയത്താണ്. എന്നെ താഴെ ഒന്നുകൂടി എഴുതി വെക്കണം, ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ, നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അള്ളാഹു ഇത്രയും വലിയ ബിൽഡിംഗ് തന്നത്, ഇത്രയും വലിയ പുര തന്നത്. ഹാദാ മിൻ ഫളിൽ റബ്ബി മാത്രം പോരാ. ഇതാരെ വാക്കാ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ അവിടുത്തെ ശിഷ്യൻ, നല്ല വിവരമുള്ള ഇസ്മുല്ലാദം പറയുന്ന ശിഷ്യൻ, ഇസ്മുല്ലാദം കൊണ്ട് ദ്വാരന്നിട്ട് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അറകൾക്ക് ഉള്ളിലുള്ള സിംഹാസനം കൊണ്ടുവന്നു. എന്തിനാണ് അങ്ങനെ കൊണ്ടുവന്നത്? അള്ളാഹുവിന്റെ കഴിവ് ആ രാജ്ഞിക്ക് ബോധ്യപ്പെടുത്തണം. ആ രാജ്ഞി അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടില്ല. ആ രാജ്ഞി സൂര്യനെയാണ് ആരാധ്യനായി കണ്ടിരുന്നത്. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കണം. അതിന് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇവിടെ എത്തിച്ചതാ. രാജ്ഞി വരുന്നതിന്റെ മുമ്പ് എത്തിച്ച് ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്തി ആ സിംഹാസനത്തിൽ. എന്നിട്ട് ചോദിച്ചു, ഇതന്നെയാണോ സിംഹാസനം? അങ്ങനെ ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, കന്നഹു ഹുവ, ഇതന്നെ തോന്നുന്നുണ്ട്. ആ സിംഹാസനം ഒരുപാട് തോന്നുന്നുണ്ട്. കണ്ടോ? നമുക്ക് ഇൽമു നൽകപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടാൽ ആ പെണ്ണ് മുസ്ലിമാകും. ആ പെണ്ണ് മുസ്ലിമായി. അസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, സുലൈമാൻ നബിക്ക് നീ കൊടുത്ത കഴിവ് ഇത്ര വലിയ കഴിവാണെങ്കിൽ നിന്റെ കഴിവ് എത്ര വലുതാണ്. നിന്റെ ഒരു അടിമയായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇത്ര ഒരു കഴിവ് നീ കൊടുത്തെങ്കിൽ നിന്റെ കഴിവ് എത്ര വലുതാണ്. ഞാനത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഇതാ മുസ്ലിമാകുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഇതിനു വേണ്ടി ആ കൊട്ടാരം ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. റബ്ബനെ പരീക്ഷിക്കാൻ വേണ്ടി തന്ന ഔദാര്യമാണ്. വമൻ ശകറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. ശുക്ർ ചെയ്താലോ അവനവന് നേട്ടമുണ്ടായി, ശുക്ർ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും റബ്ബിനൊന്നും വരാനില്ല. ഏറെ കൊടുത്തവർക്ക് വേണ്ടത് നന്ദി ബോധമാണ്. നന്ദി ഉണ്ടോ ഇല്ലേ നല്ല പരിശോധിക്കുന്നു. വൈദാ ഖദറ അലൈഹി, കണക്കാക്കി അല്ല കൊടുത്താലോ അവന്റെ അവസ്ഥ അല്ല പരിശോധിക്കുന്നു. യസ്ബിറു, ക്ഷമിക്കുന്നുണ്ടോ. അം യജ്സഉ, വെപ്രാളപ്പെടുന്നുണ്ടോ. മതം വിട്ടു പോകുന്നുണ്ടോ. അപ്പൊ രണ്ടിലുമുള്ള തത്വം ഒന്ന് തന്നെയാണ്. അല്ലാഹു തആലാന്റെ പരിശോധനയാണ്, പരീക്ഷണമാണുള്ളത്. നല്ലവണ്ണം ക്ഷമിക്കാനുള്ള കഴിവ് അവിടെ വേണ്ടേ? എത്ര വലിയ പ്രയാസം സഹിച്ചിട്ടും സ്വഹാബിമാര് ക്ഷമിച്ചു നിന്നല്ലോ, സഹിച്ചു നിന്നല്ലോ, പരാധീനത പറഞ്ഞില്ലല്ലോ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലഖദ് റഅയ്തു 70 മിൻ അസ്ഹാബിസ് സുഫാ. അസ്ഹാബു സുഫത്തിൽ നിന്ന് 70 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. തിണ്ണ എന്നാണ് സുഫത്തിന്റെ അർത്ഥം. മദീനത്തെ പള്ളിയിൽ ആ തിണ്ണയുണ്ട്. ഏകദേശം ഈ സ്റ്റേജിന്റെ വലുപ്പമില്ലെങ്കിൽ കുറച്ചൊക്കെ വലുപ്പമുള്ള തിണ്ണ. ആ തിണ്ണയിൽ ഇരിക്കലും കിതാബോധലും സുന്നത്തുണ്ട്. ഒരുപാട് കിതാബോതുന്നവരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഫത്ഹുൽ മീൻ ഓതുന്നവരെ കണ്ടിട്ടുണ്ട്. അൽഫിയത്ത് ബിൻ മാലിക് ഓതുന്നവരെ കണ്ടിട്ടുണ്ട്. റിയാദുസ് സാലിഹീൻ ഓതുന്നവരെ കണ്ടിട്ടുണ്ട്. മിൻഹാജ് ഓതുന്നവരെ കണ്ടിട്ടുണ്ട്. വിവിധ ഗ്രന്ഥങ്ങൾ ഓതുന്നവരെ കണ്ടിട്ടുണ്ട്. അവിടെ പോയി ഇരിക്കാനും ഇനിയും കിതാബ് നോക്കാനും
കൊടുക്കാനും ഉള്ള ഭാഗ്യം തരട്ടെ. ആ അസ്ഹാബു സുഫത്ത് വലിയ മഹത്വമുള്ളവരല്ലേ. തങ്ങളെ വീട്ടിലേക്ക് എന്തൊരു ഹദിയ വന്നാലും അവർക്ക് കൊടുക്കാതെ തങ്ങളത് ഭക്ഷിക്കൂല. ആദ്യം മുന്തിക്കുന്നത് അവരെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, വല്ലതും കിട്ടിയാൽ തിരക്കടില്ല എന്ന് കരുതിയിട്ട് ഞാൻ പള്ളിയിൽ ഇങ്ങനെ ചുരുണ്ട് മടങ്ങി കിടക്കാണ്, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. എന്നെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു കൊണ്ടുപോയി. ഞാൻ തങ്ങളെ കൂടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പാത്രം നിറയെ പാല് വന്നു. പാല് കണ്ടപ്പോ എന്റെ കൽബില് പടച്ചോനെ പാലൊന്നായിട്ട് തന്ന ഒറ്റടിക്ക് കുടിച്ചാൽ തീർക്കും, അത്രയും വിശപ്പുണ്ട്. പാല് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. പക്ഷെ ഞാൻ അങ്ങനെ സന്തോഷമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പള്ളിയിലെ മുത്താലിമീങ്ങളെ വിളിച്ചുകൊണ്ടിരണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അവരൊക്കെ വന്ന് ഓൽക്ക് ഇതൊക്കെ കൊടുത്ത് എപ്പോഴാ അത് കിട്ടുക. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബ് നോക്ക് നിങ്ങൾ. അവരെ വിളിച്ചുകൊണ്ടുവരൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവരൊക്കെ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവർക്കൊക്കെ മുക്കി കൊടുക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും. അവരൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ ചോദിച്ചു, ഇനി ആരാ ബാക്കിയുള്ളത്? നബിയെ, ഞാനും തങ്ങളും ബാക്കിയുണ്ട്, അങ്ങോട്ട് വരി, നിങ്ങൾക്ക് ഞാൻ മുക്കി തരാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ മുക്കി കൊടുക്കും. കുടിക്കി പിന്നെ കുടിച്ച് അവസാനം നബിയെ ഇനി ആകൂല, അല്ല കുറച്ചുകൂടി കുടിക്കും. എന്നും കിട്ടൂലല്ലോ. നമ്മൾ ഒന്നും കിട്ടിയിട്ടാണ് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്. തിന്നിട്ട് പിന്നെ കുറെ ഏമ്പക്കം തിന്നാ പിന്നെയും പൂർത്തിയാക്കാൻ 2-3 വരെയൊക്കെ ഏമ്പക്കം പറ്റിട്ട് പിന്നെയും തിന്നാണ്. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴെങ്കിലും ഒന്ന് കിട്ടുന്നതല്ലേ. അവസാനം പറഞ്ഞു, നബിയെ ഇനി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം വിടാനുള്ള ചാൻസേ ഉള്ളൂ, എന്നാ മതി. ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുടിച്ചു. നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ ഹബീബ് പരിഗണിച്ച സ്വഹാബയാണ് അസ്ഹാബു സുഫ. അവര് ചില്ലറക്കാരല്ല, വലിയ മഹാന്മാരാണ്. അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ടിട്ട് പാപപ്പെട്ടവരായിട്ട് പലരും വന്നിട്ട് ഇവരെ മാറ്റി നിർത്തിയാൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞില്ലേ, അവരെ വിട്ടൊരു ചർച്ചക്കും പോകണ്ട. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. വലിയ ഖുറൈശി നേതാക്കൾ വന്നിട്ട് പറഞ്ഞു, ഈ ഈങ്ങി ചടച്ചിരിക്കുന്ന ഈ പാവങ്ങളെ, നേർക്കേറെ തുണിയില്ല കുപ്പായില്ല, അവരൊന്ന് മാറ്റി നിർത്തണം, ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നവർ ഈമാനല്ലേ. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഹിർസ് അങ്ങനല്ലേ, ഒരാളെ ഈമാൻ. തങ്ങൾ അതിലേക്ക് തുനിഞ്ഞപ്പോഴേക്ക് അല്ലാഹു തആല പറഞ്ഞേ, ഇവരെ വിട്ടിട്ടൊരു ചർച്ച വേണ്ട, അവരെ കൂടെ ഇരുന്നിട്ട് ആര് ചർച്ചയ്ക്ക് വരുന്നുണ്ടോ വന്നോട്ടെ, അല്ലാത്തൊരു പോയിക്കോട്ടെ. തങ്ങൾ അവരെ കൂടെ ഇരിക്കുക. വസ്ബിർ നഫ്സക് ഐ ഇഹ്ബിസ് നഫ്സക്, അങ്ങയുടെ ശരീരത്തെ തങ്ങൾ ഹബ്സ് ഇടണം, തടഞ്ഞു വെക്കണം. മഅല്ലദീന യദൂന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, അവരിൽ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് അവരെ നോക്കാതെ അവരെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ വേണ്ട, അവരെ കൂടെയുള്ള അവസ്ഥ ഉണ്ടായിക്കോട്ടെ. എത്ര വലിയ മഹത്വമാണത്. ആ അസ്ഹാബു സുഫത്തിനെ മാറ്റാൻ പറ്റൂല. അവരിൽപ്പെട്ട 70 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മാമിൻഹും റജുലുൻ അലൈഹി റിദാ, 70 ആളിൽ ഒരാൾക്കും ഒരു തലയിലിടാൻ ഒരു തട്ടമില്ല, ഒരു ഷാളില്ല. അബൂ ഹുറൈറ തങ്ങൾ പറയാൻ, നമ്മൾ അല്ലാഹ് തന്ന നിഅമത്തിന് വലിയ ശുക്ർ ചെയ്യണം, അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ഒന്നും ചെറുതായി കാണരുത്. തലയിലിടാൻ ഒരു തട്ടമില്ലാത്തവരാര്? അസ്ഹാബു സുഫത്തിലെ 70 ആളുകൾ. ഇമ്മാ ഇസാർ, ഒരു പക്ഷേ ഒരൊറ്റ തുണിയുണ്ട്. ഇമ്മാ കിസാഉ, ഒരു പക്ഷേ പുതക്കാൻ ഒരു പുതപ്പുണ്ട്. ഖദ് റബതൂഹു ഫീ അനാഖിഹിം, അത് പിടിച്ചിട്ട് തോളിലേക്ക് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ചിലതോ ഫമിൻഹാ മാ യബ്ലുഗു നിസ്ഫസാഖീൻ, തണ്ടൻ കാലിന്റെ ഭാഗം വരെ എത്തുന്നതാണ് പിടിച്ചു കിട്ടിയിരിക്കുന്നത്. ചിലതോ മുട്ടിന്റെ ഭാഗം കറക്റ്റായിട്ട് എത്തുന്നതാണ്. ചിലതോ ഞെരിയാണിയുടെ ഭാഗത്തേക്ക് എത്തുന്നതാണ്. എന്നിട്ട് ഔറത്ത് വെളിവാകാതിരിക്കാൻ നടുഭാഗത്തവർ ചുരുട്ടി പിടിക്കുന്നു. തലയിലിടാനൊരു തട്ടം പോലും ഇല്ലാത്ത സ്വഹാബിമാർ 70 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും എന്തേ അവര് പോകാതിരുന്നത്? അതല്ലേ അല്ലാഹ് നൽകിയതിലുള്ള ക്ഷമയാൻ. വെപ്രാളം അവരെ കൽബിലില്ല, വിഷമം അവരെ കൽബിലില്ല.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് അവസ്ഥകളെ കുറിച്ചാണ് തങ്ങൾ പറഞ്ഞത്. അജബൻ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ഖൈർ. ഞാൻ എന്തിനാ പറഞ്ഞത്? മനസ്സിൽ ഇങ്ങനെ ചൊറി വരാൻ പാടില്ല. നമുക്കൊന്നും കിട്ടിയില്ല, നമുക്കൊന്നും അല്ല തന്നില്ല, നമുക്ക് കുറച്ചു പോയി, അയൽവക്കക്കാരോട് കണ്ടില്ല, അവിടെ കണ്ടില്ല അത്ര കൊടുത്തു, ഇവിടെ കണ്ടില്ല എത്ര കൊടുത്തത്. ഈ ഒരു കണക്ക് മനസ്സുകൊണ്ട് പറയണ്ട. നിങ്ങൾക്ക് തന്നതിനെ പറ്റി നല്ലൊരു വിലയിരുത്തൽ വേണം. സമാനതയില്ലാത്തത് തന്നിട്ടില്ലേ, ഇല്ലെന്നാർക്കും പറയാൻ കഴിയും, സമർത്ഥിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ആ തന്നതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട്, അതിനൊരു ശുക്ർ വേണം, അതിനൊരു സുബർ വേണം. ഇല്ലായ്മകൾ മാത്രം നോക്കിയാ പോരാ, ഉള്ളത് ആദ്യം നോക്കട്ടെ, എന്നിട്ട് കണക്കെടുക്കട്ടെ. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ കാര്യങ്ങൾ മുഴുവനും ഖൈറാണ്. അത് മുഅ്മിനായ മനുഷ്യനല്ലാതെ വേറെ ആർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ഇന്ന സാബത്തുഹു സറാഉ ശകറ, എന്തെങ്കിലും ഒരു ക്ഷേമം വന്നാൽ അവൻ നന്ദി ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അതവൻ ഉത്തമമാണ്. അല്ലാഹ് ഏറെ കൊടുത്താലോ അവൻ അതിൽ നിന്ന് സ്വതക്ക കൊടുക്കും, സകാത്ത് കൊടുക്കും, കുടുംബക്കാരെ പരിപാലിക്കും, ആവശ്യക്കാർക്ക് കൊടുക്കും. വൈൻ അസാബത്തുഹു ളറാഉ, പരാധീനത വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ സ്വബറാവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഉത്തമമാകുന്നു. അപ്പൊ രണ്ട് നിലക്കും ഖൈർ വേണം, രണ്ട് നിലക്കും നമ്മൾ നന്നാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം കൊടുക്കുന്നവരിൽ തന്നെ നല്ല മഹത്തുക്കളും ഉണ്ട്. തീരെ പരീക്ഷണം കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ആള് നല്ലവനാണെന്ന് വെക്കരുത്. ഒരു മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുന്നത് അവന്റെ ദീനിന്റെ തോതനുസരിച്ചാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുബ്തലർ റജുലു അലാ ഹസബി ദീനിഹി, ദീനിന്റെ സ്ട്രോങ് അനുസരിച്ചാണ് ഒരാൾക്ക് പരീക്ഷണം വരുന്നത്. അപ്പൊ ചില വിചാരിച്ചിട്ട് ദീനിലൊരു സ്ട്രോങ്ങും വേണ്ട, പരീക്ഷണം സഹിക്കാനാകൂല, അപ്പൊ ഈമാനും കുറവുണ്ടാവും, ഇഖ്ലാസും കുറവുണ്ടാകും. അത് കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ, അത് കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ. അത് വർഷാവർഷം അള്ളാഹു തരുന്ന നിഅമത്തിൽ ഏറുക എന്നുള്ളതല്ലാതെ പറയാൻ പറ്റും. അതിനല്ലേ അള്ളാഹു തആല നിഅമത്ത് വർദ്ധിപ്പിച്ചു തരുന്നത്. എല്ലാവരും സംഭാവന കൊടുക്കണം, നല്ല സ്വതക്ക കൊടുക്കണം. സ്വതക്കളൊക്കെ അള്ളാഹു കബൂലാക്കി തരട്ടെ. യുബ്തലർ റജുലു അലാ ഹസബി ദീനിഹി ഫഇൻ കാന സുൽബദ്ദീൻ, ദീൻ ഉറച്ചവനാണെങ്കിൽ ഇസ്തദ്ദ ബലാഉ, പരീക്ഷണം ശക്തി കൂടും. നല്ല സ്ട്രോങ് ഉള്ള ദീനീ പ്രവർത്തകനാണെങ്കിൽ പലതും പറയും ആളുകൾ, പല ആരോപണങ്ങളും പല വിഷയങ്ങളും വരും. പക്ഷേ ക്ഷമിക്കുന്നതിനനുസരിച്ച് വീണ്ടും കൂലി കൂടി കിട്ടും. വഇൻ കാന ഫീ ദീനിഹി റിഖാ, അവന്റെ വിശ്വാസത്തിലും അവന്റെ കർമ്മത്തിലും കുറവുണ്ടെങ്കിൽ ഉബ്തുലിയ അലാ ഹസബി ദീനിഹി, അവന്റെ ദീനിന്റെ തോതനുസരിച്ചാണ് അവന് പരീക്ഷണം നൽകുക. ഒരു അടിമക്ക് പരീക്ഷണം ഇങ്ങനെ വന്നു, എല്ലാ പരീക്ഷണങ്ങളും സഹിച്ചു. തംശി യംശി അലൽ അർളി, ഭൂമിയിലൂടെ അവൻ നടക്കുമ്പോ ലൈസ അലൈഹി ഖതിആ, ഒരു തെറ്റും ഒരു കുറ്റവും അവനില്ല. വലിയ വലിയ മഹാന്മാരെ അല്ലാഹു തആല പരീക്ഷിച്ച് നോക്കുമ്പോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ഈ പരീക്ഷണം എന്ന് കരുതാൻ പാടില്ല. അത് അല്ലാഹു തആല അവരെ ദീനിലുള്ള സ്വലാബത്ത് കൊണ്ട്, ഉറപ്പ് കൊണ്ട് അല്ലാഹു കൊടുത്തത്. അതിനനുസരിച്ച് അവർക്ക് മികവും കൂടുതലായി. അതേ സമയത്ത് പരീക്ഷണം കുറഞ്ഞവർക്ക് അതിനനുസരിച്ചുള്ളതേ കിട്ടൂ. എല്ലാ പരീക്ഷണങ്ങളും ക്ഷമിച്ച് സഹിച്ചിങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിലൂടെ നടക്കുമ്പോ ഒരു തെറ്റും ഒരു കുറ്റവും അയാൾക്കില്ല, ശുദ്ധനായിട്ടാണ് അയാൾ നടക്കുന്നത്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ പരീക്ഷണം സ്വീകരിച്ചവരുണ്ട്. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ താബിഈയാണ്, സ്വഹാബിമാരെ കണ്ട് ജീവിച്ച മഹാൻ. ഉർവ റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ പണ്ഡിതന്മാരിൽ പേരുള്ള വലിയൊരു പണ്ഡിതനാണ്. അഹദുൽ ഫുഖഹാഇ സബഅത്തി ഫിൽ മദീന, മദീനയിലെ 7 കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഒരാളായി അറിയപ്പെട്ട മഹാൻ. അക്കാലഘട്ടത്തിലെ ഒരുപാട് മഹാന്മാർ വന്ന് ഇൽമു സ്വീകരിക്കുന്ന മഹാനാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആ ഉർവ റളിയല്ലാഹു അൻഹു ഡമസ്കസിലെ വലീദ് രാജാവുമായി സംഗമിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ കാലിൽ ഒരു ചെറിയ പ്രാണി കടിച്ചു. ആ കടിച്ചതങ്ങനെ വികസിച്ച് വലുതായി വന്നു. വേദന സഹിക്കാൻ കഴിയുന്നില്ല.
ഡമസ്കസിലെ രാജാവിന്റെ അടുത്തെത്തി നോക്കുമ്പോ തണ്ടങ്കാലിന്റെ പകുതി ഭാഗം പ്രാണി തിന്നുപോയിട്ടുണ്ട്, അവിടേക്കൊക്കെ വിഷം കയറിയിട്ടുണ്ട്. വലീദ് രാജാവ് വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കൊണ്ടുവന്നു. വന്നവർ മുഴുവനും പറഞ്ഞു, എവിടെയാണോ ഇപ്പൊ വിഷം എത്തിയത് അവിടെ മുറിക്കുകയല്ലാതെ മറ്റു വഴിയില്ല, കാല് മുറിച്ചു മാറ്റണം. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്കതിലൊരു പരാതിയും പറയാനില്ല, ഞാനതിൽ വിഷമിക്കുന്ന ആളല്ല. റബ്ബെനിക്ക് ഖളാക്കിയതിൽ നന്നായി ക്ഷമിക്കുന്നവനാണ് ഞാൻ. സഹോദരന്മാരെ, നിങ്ങളിൽ പലരുടെയും പിതാക്കന്മാര് പല വയസ്സിൽ പോയവരുണ്ടാകും, മക്കളെ നേർക്കുനേരെ സംരക്ഷിക്കാൻ കിട്ടാതെ പിരിഞ്ഞുപോയ പിതാക്കന്മാരുണ്ടാകും, അവരുടെ ഭാവിയൊന്നും നോക്കിക്കാണാതെ വിട പറഞ്ഞു പോയവരുണ്ടാകും. നമ്മളെ വാപ്പാരെ പോലെ അല്ലാതെ ഇപ്പോഴും കുറെ പ്രായം ചെന്ന് മൂന്നാം തലമുറയെ കണ്ടിട്ട് പിരിഞ്ഞു പോയവരും ഉണ്ടാകും. വ്യത്യസ്ത രൂപത്തിലല്ലേ വിടവാങ്ങലുള്ളത്. റബ്ബിന്റെ പരീക്ഷണമാണ്. ഈമാനുള്ളവരതിന് നന്നായി ക്ഷമിക്കേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിക്കേണ്ടതുണ്ട്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ചു മാറ്റാൻ വേണ്ടി അവർ ഒരുങ്ങുമ്പോ ഡോക്ടർമാർക്കൊരു വിഷമം, ഇത് പച്ചയായിട്ട് മുറിച്ചു മാറ്റണ്ടേ? അവർ ചോദിച്ചു, അലാ നസ്തി ഖമർഖദൻ ഹത്താ യദ്ഹബ അഖ്ലുക മിൻഹു, നിങ്ങളെ ബുദ്ധി പോയി പോകാൻ വേണ്ടിയിട്ട് വല്ല മയക്ക് വസ്തുവും നിങ്ങൾക്ക് കുടിപ്പിക്കട്ടെ? ഇന്നത്തെ പോലെ മയക്ക് സൂചി അടിക്കുന്ന സ്വഭാവം ഒന്നില്ല. അപ്പൊ പച്ചയായിട്ട് മുറിക്കുമ്പോ വേദന വരൂലേ എന്ന് കരുതിയിട്ട് ബുദ്ധിക്ക് വല്ല ക്ഷയവും സംഭവിക്കാനും മയക്ക് വസ്തു തരട്ടെ, മദ്യമോ മറ്റോ തരട്ടെ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, പറ്റൂല, എന്റെ ബുദ്ധി അങ്ങനെ വല്ലതും കുടിച്ചിട്ട് മറയുന്നൊരു ബുദ്ധിയൊന്നുമല്ല, അങ്ങനെ എന്റെ ബുദ്ധിയെ മറപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ലാഹി മാ കുന്തു അദുന്നു അന്ന അഹദൻ യശ്റബു ശറാബൻ വയകുലു ശൈഅൻ യദ്ഹബു അഖ്ലുഹു, ബുദ്ധി പോകുന്ന തരത്തിൽ വല്ലതും കഴിച്ചിട്ടോ വല്ലതും കുടിച്ചിട്ടോ ബുദ്ധി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ അറിയുന്നതിൽ നിങ്ങൾക്ക് വല്ല പ്രയാസം ഉണ്ടെങ്കിൽ, വലാകിൻ ഇൻ കുന്തും ലാ ബുദ്ദ ഫാഇലീന ഫഫഅലൂ ദാലിക വഅന ഫിസ്സലാഹ്, എന്റെ കാല് മുറിച്ചു മാറ്റുമ്പോ ഞാൻ വേദന അറിയുന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ മുറിച്ചോളൂ, വേദന ഞാൻ അറിയൂല. മഹാനവറുകൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ നിന്ന് നിസ്കരിക്കുകയാണ്. അതേ വിഷം എത്തിയ ഭാഗത്തു നിന്ന് അവര് മുറിച്ചു മാറ്റി. പടച്ചു കളിച്ചില്ല, ശബ്ദമുണ്ടാക്കിയില്ല, നിസ്കാരത്തിൽ തന്നെ. നിസ്കാരം കഴിഞ്ഞ് കാലിൽ നോക്കുമ്പോ കാലിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയില്ലേ? നിങ്ങൾ നോക്കാം, മഹാന്മാരുടെ നന്ദിബോധം, ക്ഷമ എത്രത്തോളമുണ്ട്. വലീദ് രാജാവ് വന്ന് സമാധാനിച്ചപ്പോ വലീദ് രാജാവിന് 2 കാലുണ്ട്. കാണാൻ വേണ്ടി വന്ന പണ്ഡിതനായ ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാലിന്റെ പകുതി ഭാഗം ചികിത്സക്ക് വേണ്ടി മുറിച്ചു മാറ്റിയില്ലേ? സമാധാനിപ്പിച്ചപ്പോ മഹാനവറുകളുടെ മറുപടി, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. കാനലി അത്റാഫുൻ അർബഅ, നല്ല ചുങ്കും ചുറുക്കുള്ള 4 ഭാഗങ്ങൾ നീ എനിക്ക് തന്നിരുന്നു. 2 കൈയും 2 കാലും ഒന്നല്ലേ നീ പിടിച്ചത്, ബാക്കിയുള്ളത് സുരക്ഷിതമായി ബാക്കി വെച്ചല്ലോ. നിനക്ക് സർവസ്തുതിയും അല്ലാഹ്. അവരുടെ ക്ഷമയാണ്, അവരുടെ സ്വബറാണത്. നിങ്ങൾ നോക്ക്, ഒരു കാലിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുമ്പോ എത്ര വേദനയുണ്ടാകും. നിസ്കാരത്തിൽ അത് അറിഞ്ഞില്ലെങ്കിലും അത് കഴിഞ്ഞ് കാണുന്ന നേരത്തെ എന്തൊരു വിഷമുണ്ടാകും. പക്ഷേ ഒരു വിഷമവും പറഞ്ഞില്ല. അള്ളാഹുവിനോട്, നിനക്കാണ് റബ്ബേ സർവസ്തുതിയും, നീയല്ലേ എനിക്ക് 4 ഭാഗങ്ങൾ തന്നത്, ഒന്നല്ലേ നീ എടുത്തിട്ടുള്ളൂ, ബാക്കി 3 ആഫിയത്തോടെ ബാക്കി വെച്ചില്ലേ? മഹാനവറുകൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത പരീക്ഷണം വരുന്നത് കണ്ടോ? മഹാനവറുകളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന അവിടുത്തെ കുട്ടികളിൽ ഏറ്റവും പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് എന്ന കുട്ടി, വകാന അഹബ്ബഹും ഇലൈഹി, ഏറ്റവും പ്രിയമുള്ള മോനാണ്. ആ കുട്ടി ഒരു ദിവസം മൃഗങ്ങളെ കെട്ടുന്ന വീട്ടിലേക്ക്, അതിന്റെ ആലയിലേക്ക് പ്രവേശിച്ചപ്പോ ഒരു കുതിരയുടെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെട്ടുപോയി. അപ്പൊ ജനങ്ങൾ വന്നിട്ട് സമാശ്വസിപ്പിക്കുമ്പോ മഹാനവറുകൾ പറയുന്നത്, അൽഹംദുലില്ലാഹ്,
കാനൂ സബഅതൻ 7 ആളുകൾ ഉണ്ടായിരുന്നു. ഫഅഖദത മിൻഹും വാഹിദാ, ഒന്നല്ലേ അല്ലാഹുവേ നീ പിടിച്ചത്, 6 എണ്ണം ബാക്കി തന്നല്ലോ. അങ്ങനെ പറയാൻ എന്തൊരു സ്വബർ വേണം. അതല്ലേ മഹാന്മാരുടെ സ്വബർ. അവരെ ദീനിന്റെ കട്ടി അനുസരിച്ച് അല്ലാഹ് പരീക്ഷണം കൊടുക്കുമ്പോ ദറജകൾ അവർക്ക് കൂടുകയാണ്, കുറയുകയില്ല. ഒരിഞ്ചവര് തായോട്ടില്ല. നിങ്ങൾ നോക്ക്, തിരിച്ചു വരുമ്പോ വലീദ് രാജാവിന്റെ അടുത്തുനിന്ന് ഈ വിഷയം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മദീനയിലേക്കല്ലേ വരുന്നത്. മദീനയിലേക്ക് വരുമ്പോ ബഹുമാനപ്പെട്ടവരുടെ കാലിനെ പറ്റിയും അതേപോലെ മരണപ്പെട്ടു പോയ മകനെ പറ്റിയും ആര് വന്ന് പരാതി പറഞ്ഞാലും ഒരു വിഷമവും മഹാനവറുകൾക്കില്ല. കാലിനെന്തേ പറ്റിയെന്ന് വെച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസ്വബാ, യാത്രയിൽ ഒരു ചെറിയ ക്ഷീണം പറ്റിയതാ, വേറൊന്നുമില്ല. നിങ്ങൾ നോക്ക്, നമ്മളാണെങ്കിൽ എത്ര പറയും, അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി, എന്നിട്ട് അങ്ങനെ മുറിച്ചു, എന്നിട്ട് ഇങ്ങനെയായി, അതങ്ങോട്ട് കുറച്ചും കൂടി പർവ്വതീകരിച്ച് അങ്ങോട്ട് പറയും. അത് വളരെ നിസ്സാരമായി. ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസ്വബാ, ഇപ്പോ യാത്രയിൽ ചെറിയൊരു ക്ഷീണം സംഭവിച്ചു, വേറെ പ്രശ്നമൊന്നുമില്ല. ഒറ്റടിക്ക് പറഞ്ഞു. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹു തആല നൽകിയ പരീക്ഷണത്തെ സഹിച്ചൊരു വിധമാണ്. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ ഈ വിവരം എത്തി, ജനങ്ങളൊക്കെ മദീനയിലെത്തിയപ്പോ ആൾക്കാരൊക്കെ വന്ന് സലാം പറഞ്ഞ് സമാധാനിപ്പിക്കണം. വലിയ പണ്ഡിതനല്ലേ, ആളുകളൊക്കെ വരുന്നു, സലാം പറയുന്നു, ആശ്വസിപ്പിക്കുന്നു, സമാധാനിപ്പിക്കുന്നു. മകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ കുട്ടി, എത്ര വലിയ ദുഃഖം ഉണ്ടാകും. അപ്പൊ ചില മനുഷ്യന്മാര് പറഞ്ഞു, അത് നമ്മളെ കൂട്ടത്തിലുണ്ട് ചില ആൾക്കാർ അങ്ങനെ, ഇന്നമ അസാബഹു ഹാദാ ബിദംബിൻ അദീമിൻ, എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് അങ്ങനൊക്കെ വന്നത്. അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്. ഒരാൾ രോഗത്ത് കിടന്ന അപ്പൊ ആൾക്കാരെ വിലയിട്ട് എന്തോ ഒരു തെറ്റാൾ ചെയ്ത്, അത് ഇങ്ങനെ രോഗം ഉണ്ടാവും. പിന്നെ അല്ലാഹു തആല കഴിവൊന്നുമില്ലേ? അല്ലാഹു തആലക്ക് പരീക്ഷിക്കാനും കഴിവില്ലേ? അത് ഒരാളെ പറ്റിയോ അങ്ങനെ ധരിക്കാൻ പാടില്ല. നേരെ തിരിച്ചടിച്ചാൽ നമ്മളെ പറ്റി വേറുള്ളവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടി വരും. ഒരാൾക്ക് അല്ലാഹു തആല രോഗം കൊടുത്ത് 30 കൊല്ലം രോഗത്ത് കിടക്കുക, അയാൾക്ക് എന്തെങ്കിലും ഒരു ഖൈർ അല്ലാഹു തആല ബാക്കി വെച്ചിട്ടുണ്ട് എന്നാ വരുത്തേണ്ടത്. കാരണം 30 കൊല്ലത്തിൽ ഒരു ദമ്പും അയാളെ നാവ് കൊണ്ടില്ല, അയാളെ കണ്ണുകൊണ്ടില്ല. ഉള്ള ആഫിയത്തനുസരിച്ച് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, വരുന്നവരോടൊക്കെ ദ്വാരക്കാൻ പറയും, നല്ലത് മാത്രം പറയുന്നു. അങ്ങനെ ഒരു 30 കൊല്ലം പോയിട്ട് ഒരു കൊല്ലം പോലും നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ? ആ 30 കൊല്ലം അങ്ങനെ ഒരു പരിശുദ്ധി നൽകിയിട്ട് വലിയ മഹാന്മാരെ സ്റ്റേജിലേക്ക് വിളിക്കാനാണല്ല കരുതിയെങ്കിൽ നീ എന്തിനാണ് ഇത് കുറ്റം ചെയ്തിട്ട് വന്നതാന്ന് പറയുന്നത്? അത് നിന്റെ ബുദ്ധിമോശമല്ലയോ? 10 കൊല്ലം വലത്തേകാലും ഇടത്തേകാലും തളർന്നു കിടക്കാണ്, കിടന്നിട്ടാ നിസ്കരിക്കുന്നത്. 10 കൊല്ലവും ഭാര്യ ഖിദ്മത്തിനുണ്ട്, മക്കളുണ്ട്. ആ 10 കൊല്ലവും കാണാൻ വരുന്നവരൊക്കെ ദ്വാരക്കുന്നു, സലാം പറയുന്നു. എങ്ങനെ ചോദിക്കും, കുഴപ്പമില്ല, നല്ല ആശ്വാസം ഉണ്ട് എന്ന് പറയുന്നു. അല്ല തന്നതല്ലേ സ്വീകരിക്കുന്നു, എനിക്കൊരു പരാതി ഇല്ല എന്ന് പറയുന്നു. അയാളെ ഉറച്ച ഈമാനിന്റെ പിന്നിൽ നമ്മൾ നാണം കെട്ടുപോകുന്നു. പിന്നെ അയാളെ പറ്റി നമ്മൾ ഇപ്പുറത്ത് പറയുമ്പോ സഹോദരന്മാരെ എത്ര മാത്രം വിഷമമാണ്. ആ മനുഷ്യനെ 10 വയസ്സ് 10 വർഷം കൊണ്ട് ക്ലീൻ ചെയ്ത് ശുദ്ധീകീങ്ങളെ പദവിയിലേക്ക് വിടണം, സ്വാലിഹീങ്ങളെ റുതുബയിലേക്ക് വിടണം, ശുഹദാക്കളെ ഗ്രേഡിലേക്ക് വിടണം. അതിന് അല്ലാഹുവിന്റെ ഒരു തീരുമാനമാണ്. ഒരിക്കൽ പോലും ഒന്നും ബാധിക്കാത്ത നിനക്ക് ഇവിടെ സുഖം തന്നിട്ട് അവിടെ അല്ലാഹ് മറിച്ചു തന്നാലോ, അവിടെ മുഴുവനും കഷ്ടപ്പാട് തന്നാലോ? അങ്ങനെയല്ലേ നിന്റെ വിലയിരുത്തൽ വേണ്ടത്? ആരോന്ന് പറഞ്ഞു, ഇന്നമാ അസാബഹു ഹാദാ, ഈ മഹാപണ്ഡിതൻ ഇങ്ങനൊക്കെ പറ്റിയത് ബിദംബിൻ അദീം, എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോഴേക്ക് ഉർവ റളിയല്ലാഹു അൻഹു അതാ ജനങ്ങളെ മുന്നിൽ വെച്ച് പാടുകയാണ്, ലഅംറുക മാ അഹ്വൈതു കഫീലി റീബതി വലാ ഹമലതിനി നഹവ ഫാഹിശത്തിൻ രിജ്ലി വലാ ഖാദനി സംഇ വലാ ബസരി ലഹാ വലാ ദല്ലനി റഈ അലൈഹാ വലാ അഖ്ലി. ഇല്ല കേട്ടോ,
നിന്നെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, ലഅംറുക മാ അഹ്വൈതു കഫീ ലിരീബതി, അല്ലാഹുവേ എന്റെ കൈ സംശയിക്കുന്ന ഒന്നിലേക്കും ഞാൻ നീട്ടിയിട്ടില്ല, എന്റെ കാല് അനാവശ്യത്തിന്റെ ഭാഗത്തേക്ക് നടന്നിട്ടില്ല, എന്റെ കാതുകൊണ്ടൊരു അനാവശ്യം കേട്ടിട്ടില്ല, എന്റെ കണ്ണുകൊണ്ട് അങ്ങനെ കണ്ടിട്ടില്ല, എന്റെ ബുദ്ധിയിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. വലസ്തു ബിമാശിൻ മാ ഹൈതു ലിമുൻകരി മിനൽ അംരി ലാ യംശി ഇലാ മിസ്ലിഹി മിസ്ലി. ജീവിക്കുന്ന കാലത്തോളം അല്ല വിരോധിച്ച ഒന്നിലേക്കും ഞാൻ നടക്കൂല. ഇത് തീർച്ചപ്പെടുത്തി പറയാൻ ആർക്കുണ്ട് കഴിവ്? അപ്പോഴല്ലേ ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ക്ലിയർ മനസ്സിലാകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, പരീക്ഷണം രണ്ട് തരത്തിൽ വരും. സമൃദ്ധി കൊടുത്തിട്ടല്ല പരീക്ഷിക്കും. അതല്ല എന്നെ സമ്മതിക്കാൻ വേണ്ടി തന്നതാണെന്ന് വിലയിരുത്തി കുടുങ്ങിപ്പോകരുത്. ഇനിയും അല്ല ഏറെ തരണമെന്ന് ചിന്തിച്ചു പോകരുത്. ഇഷ്ടം പോലെ സമ്പത്ത് തന്നാൽ നീ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്നല്ലാന്റെ ഒരു പരീക്ഷണത്തിന്റെ നോട്ടമാണ്. സ്വതക്ക കൊടുക്കുന്നുണ്ടോ എന്നൊരു നോട്ടമാണ്. പാവപ്പെട്ടവർ വരുമ്പോ അവരെ സഹായിക്കുന്നുണ്ടോ എന്നൊരു നോട്ടമാണ്. ഇല്ലാത്ത ആളുകൾ കഷ്ടപ്പാട് കൊണ്ട് വന്ന് ചോദിക്കുമ്പോ നിന്റെ മറുപടി എന്താ? റബ്ബിന്റെ നോട്ടമാ.